മണ്ഡലക്കഞ്ഞി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മണ്ഡലമാസം അവസാനിക്കുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും മണ്ഡലക്കഞ്ഞി ഉണ്ടാകാറുണ്ട്. മൊട്ടനാട്ടമ്മയുടെ നടയിൽ സന്ധ്യയ്ക്ക് ചെന്നപ്പോൾ നാളെ മണ്ഡലക്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഭക്തജനങ്ങൾ കൊണ്ടുകൊടുത്ത ദൃശ്യങ്ങളാണ്. ഇതിൽ മത്തനുണ്ട്, നാളികേരമുണ്ട്, ചേനയുണ്ട്, കായുണ്ട്, ചക്കയുണ്ട്, പിന്നെ മരച്ചീനിയുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നുറുക്കലാണ് നടക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ പതിവായി വരുന്ന ഒരു സ്ത്രീ സംഘമുണ്ട്. അവർ എല്ലാവരും കൂടി സന്ധ്യയ്ക്ക് വട്ടത്തിലിരുന്ന് ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കുകയാണ്. ഒപ്പം വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നുണ്ട്, സൊറ പറയുന്നുണ്ട്. അവർക്കിതൊരു എന്തോ ഒരു ഉത്സവം പോലെ അവരവിടെ ഇരുന്ന് വളരെ രസകരമായിട്ട് ഇതൊക്കെ നുറുക്കി വെക്കുകയാണ്. എന്തായാലും അമ്മയുടെ നടയിൽ അമ്മയുടെ ദീപാരാധനയൊക്കെ തൊഴുതതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ നുറുക്കുമ്പോൾ അവർക്കതൊരു വലിയ സന്തോഷമായിട്ടാണെന്നാണ് എനിക്കിന്ന് ഈ കാഴ്ച കണ്ടപ്പോൾ തോന്നിയത്. ഞാനിതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിതൊന്നും നുറുക്കാനൊന്നും കൂടിയില്ല, കാരണം വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ പങ്കി അമ്മയോട് ഞാൻ വെറുതെ ചോദിച്ചു എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ പങ്കി അമ്മ ഓരോന്നായിട്ട് പറയുകയാണ്. ഇതിൽ കായ വേണം, അതുപോലെ ചക്ക ഉണ്ടെങ്കിൽ ചക്ക നല്ലതാണ്, ചേന, കാച്ചിൽ, എല്ലാ കായ്വർഗ്ഗങ്ങളും ഇടാമെന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് ആ പഴയ ആ കാലത്തെ കഞ്ഞിയുടെ ആ ഒരു രുചിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അമ്മ അതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. കുരുമുളക് അരച്ച് ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്ന് പറഞ്ഞു. എന്തായാലും നാളെ കഞ്ഞി കുടിക്കാൻ കൃത്യസമയത്ത് വരണേ എന്നും കൂടി അന്നേരം അമ്മ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും കഞ്ഞിയുടെ ഒരുക്കങ്ങൾ അങ്ങനെ തുടരുകയാണ്. കാരണം കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. രാത്രിക്ക് മുന്നേ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കണം. രാവിലെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുകൊണ്ട് ചേച്ചിമാർ നല്ല ഉഷാറിലാണ്. കായൊക്കെ പകുതി ഒക്കെ തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് തന്നെയാണ്, കറയൊക്കെ കളഞ്ഞാണ് അവർ അരിയുന്നത്. ഒരാളവിടെ ചേന ഇങ്ങനെ അരിയുന്നുണ്ട്, ഒരാൾ ചക്കയുടെ ഇതെല്ലാം കവണിയൊക്കെ കളഞ്ഞ് ചക്ക ചെറുതാക്കി അരിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് ഉത്സാഹത്തോടെ മുന്നോട്ട് പോയിരിക്കുകയാണ്. നമുക്കറിയാം ഈ മണ്ഡല കഞ്ഞി എന്ന് പറയുന്നത് ഒരു പോഷക സമൃദ്ധമായ ഒരു സംഗതിയാണ്. വലിയ ഒരു വ്രതമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ശരീരത്തിന് ആ ഊർജം തിരിച്ചു പിടിക്കാനുള്ള ഒരു പോഷകം തന്നെയാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത്. ഇതിൽ പയറുവർഗ്ഗങ്ങളും ചേർക്കാം കേട്ടോ. പയറുവർഗ്ഗം, കടല ഒക്കെ നമുക്കിതിൽ ചേർക്കാം. അതൊക്കെ ഇതിൽ ടേസ്റ്റാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം. നമുക്ക് ഈ കഞ്ഞിയുടെ കൂടെ ഈ എരിശ്ശേരി പോലെ കട്ടിക്ക് കുറച്ച് ഇതായിട്ട് തരുന്ന ആ കറിയിലെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനുള്ളത്. ആ ഒരു എരിവ് ഇങ്ങനെ നമ്മൾ ഈ ഉച്ചയ്ക്ക് ചൂടോടുകൂടി ആ കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എരിവ് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു എരിവാണ്. എന്തായാലും സകല ക്ഷേത്രങ്ങളിലും നാളെ മണ്ഡലക്കഞ്ഞിയുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഈ ദൃശ്യം ഇന്നുണ്ടായിരുന്നിരിക്കും. അപ്പം നാളെ നമുക്ക് മണ്ഡലക്കഞ്ഞി കുടിക്കാം.